നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീരേന്ദർ സേവാഗിനും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വെടിക്കെട്ട് വീരൻ താനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ. ഏഷ്യാ കപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രകടനത്തെ ക്രിക്കറ്റ് ലോകം മുഴുവൻ പ്രശംസ കൊണ്ട് മൂടുകയാണ്. വെറും 39 ബോളിൽ 189.74 സ്ട്രൈക്ക് റേറ്റിൽ അഭിഷേക് വാരിക്കൂട്ടിയത് 6 ഫോറും 5 സിക്സറുകളുമാണ്. പാക് ടീമിനെ ഏറെക്കുറെ തനിച്ചു തന്നെ ലോക ഒന്നാം നമ്പർ ബാറ്റർ കൂടിയായ അദ്ദേഹം തീർക്കുകയായിരുന്നു. ഈ പ്രകടനത്തിന് ശേഷം താരത്തെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഐസ്ലാൻഡ് ക്രിക്കറ്റ്. എന്താണ് ഇതിന് പിന്നിലെന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വളരെ കൗതുകമുണർത്തുന്ന അതോടൊപ്പം രസകരവുമായ പോസ്റ്റുകളുമായി ശ്രദ്ധ നേടാറുള്ള ഐസ്ലാൻഡ് ക്രിക്കറ്റ് ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ഏഷ്യാ കപ്പിൽ സ്ഫോടനാത്മക ഇന്നിംഗ്സുമായി പാകിസ്ഥാൻ ടീമിന്റെ അന്തകനായി മാറിയ ഇന്ത്യൻ യുവ സൂപ്പർ താരം അഭിഷേക് ശർമ്മയെക്കുറിച്ചാണ് അവരുടെ പുതിയ പോസ്റ്റ്. പാകിസ്ഥാനെതിരെ അഭിഷേക് വലിയ കുറ്റം ചെയ്തതായും ശിക്ഷിക്കണമെന്നുമാണ് ഐസ്ലാൻഡ് ക്രിക്കറ്റ് തമാശ രൂപേണ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റിൽ വയലൻസിന് ഒരു സ്ഥാനവുമില്ല. ഇപ്പോൾ അഭിഷേക് ശർമ്മയുടെ ബാറ്റ് ഉപയോഗിച്ചുള്ള ചൂഷണവും ഇതിൽ ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള ഏതൊരു ബാറ്ററിയും ICCയുടെ ലെവൽ 3 നിയമലംഘനം നടത്തിയതായി കണക്കാക്കണം. ഇങ്ങനെയായിരുന്നു അഭിഷേകിന്റെ അവിശ്വസനീയ ബാറ്റിംഗ് പ്രകടനത്തെ പരോക്ഷമായി പ്രശംസിച്ചുകൊണ്ടുള്ള ഐസ്ലാൻഡ് ക്രിക്കറ്റിന്റെ പോസ്റ്റ്. അതേസമയം പാകിസ്ഥാനെതിരായ കിടിലൻ 50യോടെ ഈ ഏഷ്യാ കപ്പിലെ റൺവേട്ടക്കാരിൽ തലപ്പത്തേക്കും കയറിയിരിക്കുകയാണ് അഭിഷേക്. 4 മത്സരങ്ങളിൽ നിന്നും 43.25 ശരാശരിയിൽ 208.43 എന്ന അവിശ്വസനീയ സ്ട്രൈക്ക് റേറ്റോടെ 173 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. ഒരു 50 ഇതിലുൾപ്പെടും. 12 സിക്സറുകളും 17 ഫോറുകളും അഭിഷേക് ഇതിനകം പായിച്ചു കഴിഞ്ഞു. ഏറ്റവും അധികം ഫോറുകളും സിക്സും അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ. ഏഷ്യാ കപ്പിൽ ബദ്ധവൈരികളായ പാകിസ്ഥാനെ ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് ഇന്ത്യ തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ 7 വിക്കറ്റിനായിരുന്നു സൂര്യകുമാർ യാദവും സംഘവും എതിരാളികളെ വാരിക്കളഞ്ഞത്. ബാറ്റിംഗിലോ ബൌളിംഗിലോ കാര്യമായി പൊരുതാതെയാണ് പാക് ടീം നിരുപാധികം ഈ കളിയിൽ കീഴടങ്ങിയത്.